കരയുന്നേ? വയറ് വേദനിക്കുന്നു. ഇന്ന് വയറ്റിന്ന് പോയിട്ടേ ഇല്ല. കാണുന്നൊക്കെ വലിച്ചു വാരി തിന്നോളൂ. കരയണ്ട. കാര്യം പറ, എന്താ വേണ്ടേ? എടാ, നിനക്ക് എന്ത് വേണോന്ന്? എനിക്കിനി ദേഷ്യം വരും കേട്ടോ. നീ അവനെ വഴക്ക് പറയാതെ സുമതി. കുഞ്ഞു വല്ല ദുസ്വപ്നം കണ്ടു കാണും. നിനക്ക് ദേഷ്യം കുറെ കൂടുതലാ. മോനിങ്ങി വാ. മോൻ എന്തിനാ കരയുന്നേ? അമ്മൂമ്മയോട് പറ. അയ്യേ, അത് സ്വപ്നമല്ലേ? ഞാൻ പറഞ്ഞില്ലേ കുഞ്ഞു സ്വപ്നം കണ്ടതാണെന്ന്. അത് 3-4 ദിവസം കഴിഞ്ഞ് അപ്പൂപ്പൻ മോനെയും അമ്മയും കാറിൽ അച്ഛന്റെ അടുത്ത് കൊണ്ടുവന്നാക്കും. നീ അവനൊന്ന് ഫോൺ ചെയ്ത് നോക്ക്. അവൻ അച്ഛനോട് സംസാരിക്കട്ടെ. ഈ രാത്രി സമയത്ത് ഉറങ്ങുന്ന മനുഷ്യരെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്കൊന്ന് വിളിച്ചു നോക്കാമേ. എന്താ ഇവൻ ഇങ്ങനെ ഒരു സ്വപ്നം കാണാൻ? എന്റെ ഈശ്വര, തുടങ്ങി അവിടെ ഒരു ഭാവനാവിലാസം. ഇങ്ങനെ ഒരു തൊട്ടാവാടി കുടുംബം. ഈ സമയത്ത് എവിടെ പോയി കാണും? ഇനി അസുഖം കൂടുതലായോ? എനിക്കൊന്നും അറിഞ്ഞൂടാ ദൈവമേ. മോൻ പറയാതെ. എന്തെങ്കിലും അത്യാവശ്യത്തിന് പുറത്തു പോയി കാണും. അല്ലെങ്കിൽ ടെലിഫോൺ കേടായിരിക്കും. നീ സമാധാനമായിരിക്കേ. പ്ലീസ്, ഞാൻ പോട്ടെ. ഈ വേഷം മാറ്റിക്കൂടെ? വേണ്ട. രേണുക എനിക്ക് തന്ന വാക്ക് പാലിക്കണം. ഇത് നമ്മുടെ 2ാമത്തെ രാത്രിയായിരുന്നു, അവസാനത്തേത്. നമുക്കൊന്നും തന്നെ പറയാതിരിക്കാം. അതല്ലേ നല്ലത്. കാലത്തെ അതിന്റെ പാട്ടിന് വിടാം. ദയവ് ചെയ്ത് എന്റെ ജീവിതം തകർക്കരുത്. അപേക്ഷയാണ്. വാതിൽ തുറക്കൂ. എനിക്ക് പോണം. ഹലോ, പ്രകാശേട്ടനാണോ? നല്ല പാർട്ടിയാ. ഇന്നലെ അർദ്ധരാത്രി എവിടെ പോയിരുന്നു? അത് പിന്നെ ഞാന് പുറത്ത്. ഞാൻ 2-3 പ്രാവശ്യം വിളിച്ചു. എന്തൊരു നിർബന്ധം ഉണ്ണിക്ക്. പാതിരയൊക്കെ എണീറ്റിരുന്ന ഒറ്റ കരച്ചിൽ. അച്ഛൻ്റെ അടുത്ത് പോണോന്ന് പറഞ്ഞു. ഇന്നലെ റീജിയണൽ മാനേജർ മടങ്ങിപ്പോയി. അങ്ങേരെ ട്രെയിൻ കയറ്റി അയച്ചിട്ട് ഞാനും ജെയിംസും കൂടി ഒന്ന് കറങ്ങി. അർദ്ധരാത്രി വരെ കാർ ഓടിച്ചെന്ന് ചുരുക്കം. ഏതായാലും ജെയിംസിന്റെ കൂടെ ഉള്ള കറക്കം വേണ്ട കേട്ടോ. നീ മോനെ വിളിക്കേ. ഉണ്ണി, 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 മോനെ, മോനെ ഉണ്ണി. എടാ, നീ അച്ഛൻ ഫോണില് ചെല്ല്. പതുക്കെ പതുക്കെ. ഹലോ, അച്ഛനാണോ? അച്ഛൻ എന്താ ഇന്നലെ രാത്രി വിളിക്കാഞ്ഞത്? പിന്നെ ഞാൻ ഇന്നലെ അച്ഛനെ സ്വപ്നം കണ്ടു. മിസസ് രേണുക വിളിച്ചിരുന്നു. വീണ്ടും വിളിക്കാമെന്ന് പറഞ്ഞു. ഇനി വിളിച്ചാൽ ഞാൻ വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ മതി. ബാങ്കിന്റെ കാര്യമില്ലാണെങ്കിൽ ജെയിംസ് സംസാരിച്ചാൽ മതിയല്ലോ. അതിപ്പോ എന്റെ കുഴപ്പമില്ലല്ലോ. ആ പെണ്ണുമ്പിള്ളക്ക് പ്രകാശ് സാറിന്റെ ശബ്ദം തന്നെ കേൾക്കണം. ഇനിയിപ്പോ സാറ് വിളിക്കാതിരുന്ന അവര് വിചാരിക്കും നമുക്ക് ഡിപ്പോസിറ്റ് കിട്ടി കഴിഞ്ഞാൽ പോസ് എടുക്കുവാണ്. ജെയിംസ്, ഞാൻ പറയുന്നത് കേട്ടാ മതി. ഇങ്ങനെ പോയാൽ എനിക്ക് വല്ലയിടത്തും പോയി മോഷ്ടിച്ച് രൂപ ഉണ്ടാക്കേണ്ടി. എന്തു പറ്റി? ഇന്നലെയും 1000 രൂപയുടെ വിസിറ്റ്. അതിന് ഞാനെന്ത് വേണം? കൂട്ടാനും കുറയ്ക്കാനും പഠിച്ചിട്ട് വേണം ബാങ്കിൽ ജോലിക്ക് വരാൻ. അതിന് ഞാൻ മാത്രമല്ലല്ലോ ക്യാഷ് കൈകാര്യം ചെയ്യുന്നത്. പെമ്പിള്ളേര് ചെക്കുമായി വന്നാൽ അക്കൗണ്ടന്റ് സാറിന് ഇരിപ്പുറയ്ക്കത്തില്ല. ഓടി വന്ന് ഇടയ്ക്കൂടെ ഒരു എടുപ്പുണ്ട്. ഇന്നലെ ഞാൻ ക്യാഷിന്റെ ഭാഗത്തേക്കേ വന്നിട്ടില്ല. ഇനി സാറെങ്ങാനും. ഗൗതം പോയി സീറ്റിലിരിക്കേ. ആരാ നോക്ക്. യെസ്, അല്ല, അക്കൗണ്ടന്റ് ആണ്. അദ്ദേഹം വന്നിട്ടില്ലല്ലോ. പറയാം.
സ്റ്റോക്ക് ഇല്ലേ? എന്റെ വൈഫിന് വളരെ ഇഷ്ടമാണ്. വടക്കേ ഇന്ത്യക്കാരിയല്ലേ. ഭാര്യയ്ക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരു സന്തോഷമല്ലേ സാറേ? അതിലൊരു പ്രത്യേക ത്രില്ലുണ്ടോ. അതല്ലേ ഞാൻ തന്നെ ദിവസവും ഇവിടെ നിന്ന് ഇതെല്ലാം നോക്കി വാങ്ങുന്നു. ശരിയാ ശരിയാ. അന്ന് നടന്ന സംഭവത്തിൽ എനിക്ക് വിഷമമുണ്ട്. സാറിനോട് ക്ഷമിക്കണം. രാധയോട് എനിക്ക് ഒരു വിരോധവും ഇല്ല. ഇനി ലോഹി ഒന്നും വേണ്ട. ലോകിയൊന്നും ഇനി വേണ്ട. അപ്പൊ ഇതിൽ മുമ്പ് ലോകി ഉണ്ടായിരുന്നല്ലേടി? എടി രണ്ടും കെട്ടോള് കൂട്ടറുള്ള പ്രേമം പോയി ഇപ്പൊ പച്ചക്കറി പ്രേമം. അല്ലടി, പച്ചക്കറി മാർക്കറ്റ് കൊല്ലടി അവിടെ എന്റെ പച്ചക്കറി തരും. ദാ, സാറിന്റെ തക്കാളി വെള്ളരിക്ക അയാൾ ആ പെമ്പറന്നോട് നേരെ പ്രയോഗിച്ചത്. ഞാൻ ഏതായാലും ബില്ല് എഴുതി. എഴുതിയോ? ആ, വെരി ഗുഡ്. ഇതാണോ ജെയിംസ് എന്ന് പറയുന്ന നാറിയുടെ വീട്? നീ ഇവന്റെ ഭാര്യയല്ലേ? ദേ, മര്യാദയ്ക്ക് സംസാരിക്കണം. ഈ വീട്ടിൽ മാനം മര്യാദയിൽ ജീവിക്കുന്ന മനുഷ്യരാണ് താമസം, നാറികളല്ല. നിന്നെ പോലെയുള്ള നാറികളെ ഞാൻ ഇതിനകത്ത് പ്രവേശിപ്പിക്കാറുമില്ല. നിന്റെ ഭർത്താവ് ഒരു കള്ളപ്പേരും പറഞ്ഞ് എന്റെ അടുത്ത് വന്നു. എന്നിട്ട് കാര്യം കണ്ടു കഴിഞ്ഞപ്പോ കടം പറഞ്ഞൊരു പോക്ക്, ഒരു കള്ള അഡ്രസ്സും തന്നു. കഴിഞ്ഞ 2 ആഴ്ച കഴിഞ്ഞ് നടക്കുന്നു അവന്റെ കുത്തിന് പിടിക്കാൻ. നിനക്ക് എത്ര രൂപ വേണ്ടത്? എനിക്ക് 300 രൂപ വേണം. ആരാ ഇവള്? നീ എന്തിനാ നമുക്ക് പൈസ കൊടുത്തത്? ഇതിയാന്റെ ഒരു പഴയ കടം ഞാൻ വീട്ടി. വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞാൽ അനുസരിക്കില്ലെന്ന് എനിക്കറിയാം. ഒരു അപേക്ഷയുണ്ട്, ഇങ്ങനെയുള്ള കാര്യത്തിൽ മാത്രം കടം പറയരുത്. നീ എന്നെ വീണ്ടും സംശയിക്കുകയാണല്ലേ? നിന്നെ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ സ്വപ്നം കാണാൻ പോലും കഴിവില്ലാത്ത എന്നെ നീ ഒരു വിളനായി കാണുന്നു അല്ലേ? എന്റെ വാക്കിനേക്കാൾ എവിടെ നിന്നോ വന്നൊരു വേശ്യയുടെ വാക്കിനാണ് നീ വില കൊടുക്കുന്നതല്ലേ? എൽസേ, ഒരു കൊച്ചു കുഞ്ഞിന്റെ മനസ്സാ എന്റത്. ആ എന്നെ നീ സംശയിച്ചാൽ കർത്താവ് നിന്നോട് പൊറുക്കില്ല. ഞാൻ ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ലല്ലോ. എനിക്ക് ഉത്തരങ്ങളും ആവശ്യമില്ല. ഒരുപാട് വേർത്തു. ഫാന്റെ താഴെ ഇരിക്കൂ, ഞാൻ ചായ കൊണ്ടുവരാം. അച്ഛനറിയാമോ, സരിത പ്രഗ്നന്റാ. ഇതെന്റെ പിടിയാ. അതെന്ത് കണക്കാ? ഗുലാം പരിശി ഗുലാമല്ലേ രാജാവിനെ കവരുന്നത്? അല്ല, ഞാൻ കളിക്കുന്നില്ല. ഈ അപ്പൂപ്പനൊരു കുന്തം അറിഞ്ഞൂടാ. എന്റെ അച്ഛൻ ഇങ്ങനെയല്ല കളിക്കുന്നത്. ഓ, നിന്റെ അച്ഛനെ പോലെ കഴിവൊന്നും എനിക്കില്ലേ, സമ്മതിച്ചു. പ്രകാശേട്ടൻ അവന്റെ അച്ഛൻ മാത്രമല്ല, കൂട്ടുകാരനും കൂടാ. അല്ലെങ്കിൽ എല്ലാ കുട്ടികൾക്കും പ്രകാശേട്ടന് വലിയ ഇഷ്ടം. കുട്ടികളുടെ തരത്തിനും തഞ്ചത്തിനും ഒക്കെ നിൽക്കാൻ നല്ല കഴിവാണെന്നേ.